അക്ഷയ് ഹലോ, ഞാൻ ചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കാം. ചന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കാം. എന്തേ? അല്ല, അതിക്ക് വിളിക്കാം. അല്ല, അതിലേക്ക് അവിടെ റേഞ്ച്, ആ ഫോണില് സംസാരിക്കുമ്പോ റേഞ്ച് കിട്ടുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞു, നമുക്ക് BJP സപ്പോർട്ടുണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജി വെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വയ്യ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു, എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJP-യുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂര് നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. അയ്യോ, ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ ആ 8 മെമ്പർമാരെ നീ പറയ് BJP-യുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറയേ. പറഞ്ഞല്ലോ, BJP-യായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് പറഞ്ഞത് കുഴപ്പം അല്ല? അവരെന്താ പറയാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? അതിന് നിനക്ക് നീ ഇതിനെ ഭയപ്പെടുന്നത്? അപ്പൊ നിനക്ക് എന്തോ കള്ളത്തരണ്ടല്ലോ ഇതില്. ഭയപ്പെടല്ല, ഇത് നാണക്കേടില്ല. ആൾക്കാർ നോക്കി ശരിക്കുള്ളൂ. അതെ, വല്ലവരുടെ വാക്ക് കേട്ട് ഞാൻ ഇന്നലെ അവിടെ തന്നെ സാധനം കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുണ്ടായിരുന്നു. അക്ഷയ് കാര്യം പറയണതേ, അല്ല ഒരു കാര്യം അക്ഷയ് മനസ്സിലാക്കണത്, അക്ഷയ്ക്ക് ഈ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ അക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അക്ഷയ്ക്ക് പറയാനുള്ള നമുക്കൊരു തടസ്സമില്ല. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂര് പത്രസമ്മേളനം വിളിച്ചിട്ടോ. പ്രസിഡന്റായ BJP സപ്പോർട്ടോടെ പ്രസിഡന്റായ ആള് രാജിവെക്കാണ്, ഞാൻ വരില്ല. അപ്പൊ നിന്റെ ആരോ അങ്ങനെയാണെങ്കിൽ അല്ല അക്ഷയ്, ഞാൻ സ്വതന്ത്രല്ല, അങ്ങനെ അങ്ങോട്ട് പോയിക്കോടെ. അല്ലെന്ന് നീ എങ്ങനെ സ്വതന്ത്രനാണ്? പാർട്ടി രാജിവെച്ചു ഇന്നലെ ഒപ്പിട്ട് വാങ്ങിയത്. അതുകൊണ്ടെന്താ കാര്യം? കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക് പാർട്ടി രാജിവെച്ച അല്ല, ഞാൻ പറയുന്നത് കേൾക്കക്ഷേ, നീ പറയുന്നത് കേൾക്കാദ്യം. ഞാൻ പറയണത്, നമ്മൾ 8 മെമ്പർമാരും ഒരിക്കലും അങ്ങനെ രാജിവെച്ചതുകൊണ്ടൊന്നും സ്വതന്ത്രരാവില്ല. എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ? അപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ട്.